ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും അതുപോലെ തന്നെ ഹൃദയാരോഗ്യത്തിനും നിറം വെക്കാനും മുടി വളർച്ചയ്ക്കും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു തേൻ നെല്ലിക്കേൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഇടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാടൻ നെല്ലിക്ക എടുത്തത്. നാടൻ നെല്ലിക്ക കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് വലിപ്പമുള്ള നെല്ലിക്ക ഉണ്ടല്ലോ, അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ നാടൻ നെല്ലിക്കാകുമ്പോൾ കുറച്ച് ചവർപ്പ് ഉണ്ടാകും. അപ്പോൾ ഇതൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് ഇതൊരു 10-20 മിനിറ്റോളം മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സമയം ഇതിടാനുള്ള കുപ്പി നമുക്ക് റെഡിയാക്കി എടുക്കാം. നല്ലപോലെ കഴുകി ഉണക്കിയെടുത്ത കുപ്പി വേണം കേട്ടോ. ഇതിന് വെള്ളപ്പറ്റൊന്നും പാടില്ല, അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് ഇത് മോശമായി പോകും. അപ്പോൾ ഇതാ നമ്മൾ നെല്ലിക്ക ഏകദേശം ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ ഒരു 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം അരിപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഒരു വെള്ളപ്പറ്റ് പോലും ഇതിൽ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നല്ലോണം കെയർ ചെയ്തിട്ട് വേണം കേട്ടോ നമ്മളിത് കുപ്പിയിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതൊരു കോട്ടൺ തുണി വെച്ചിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നെല്ലിക്കയൊക്കെ നല്ലോണം തുടച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ പാത്രവും നല്ലോണം തുടച്ചെടുത്തതായിരിക്കണം, വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ലേ. ഇനി ഇതാ ഈ ഒരു കുപ്പിയിലേക്ക് നമുക്ക് നെല്ലിക്ക മാറ്റാം. അപ്പോൾ എത്രത്തോളം നെല്ലിക്ക എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് നമ്മൾ തേന് ചേർത്ത് കൊടുക്കണം. തേൻ നെല്ലിക്ക എന്ന് പറയുമ്പോൾ തേനാണ് ചേർക്കുക. ചില ആൾക്കാരൊക്കെ ഇതിൽ തേനും അതുപോലെ തന്നെ പകുതി ഭാഗം ശർക്കരയും ചേർക്കുന്ന കാണാറുണ്ട്. അപ്പോൾ തേൻ നെല്ലിക്കേൻ്റെ ഒറിജിനൽ റെസിപ്പി എന്ന് പറയുമ്പോൾ തേൻ മാത്രമാണ് കേട്ടോ നമ്മളിതിൽ ചേർക്കുന്നത്. ഇപ്പോൾ 1 കിലോ നെല്ലിക്ക എടുക്കുന്നുണ്ടെങ്കിൽ 1 കിലോ തേൻ തന്നെ എടുക്കണം. നല്ല പ്യുവറായിട്ടുള്ള തേന് വേണം കേട്ടോ നമ്മളെടുക്കാൻ. അപ്പോൾ ഇത് മുഴുവനായിട്ട് നിറഞ്ഞു നിൽക്കുന്ന വിധത്തിൽ തേൻ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ പല ആൾക്കാരും ചെയ്യുന്ന കാണാറുണ്ട്. ഇത് കുറച്ച് ഭാഗം വേവിച്ചിട്ട് പകുതി ഭാഗം വേവിച്ചിടുന്ന കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ തേൻ നെല്ലിക്ക ഇട്ടിട്ട് ഒരു 30 ദിവസം അല്ലെങ്കിൽ 45 ദിവസമോ കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക. പക്ഷെ നമ്മളിത് പച്ച ആ ഒരു ഇതിൽ അതിൻ്റെ ഗുണങ്ങൾ മുഴുവനും കിട്ടാൻ വേണ്ടി അതോടുകൂടിയാണ് കേട്ടോ ഇടുന്നത്. അങ്ങനെ വേവിക്കുന്നൊന്നുമില്ല. ഇനി ഇത് നമ്മൾ ഒരു കോട്ടൺ തുണി വെച്ച് നല്ലപോലെ ടൈറ്റ് ആക്കിയിട്ട് അതിനെ മൂടി ഇട്ടിട്ടൊന്ന് കെട്ടി വെക്കാം. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 45 ദിവസം കഴിഞ്ഞിട്ടാട്ടോ എടുക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ടൈം കൂടിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഒരു 2-3 മാസം ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ തേൻ നെല്ലിക്ക ഇട്ട് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു 45 ദിവസമൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാവുക. തേനും ആ ഒരു നെല്ലിക്കയും കൂടി ചേർന്നിട്ട് അത് ലൂസായിട്ട് ഉണ്ടാകും കേട്ടോ. ആ നെല്ലിക്കേൻ്റെ സത്തൊക്കെ ഇതിൽ അടിഞ്ഞിട്ട് ഏകദേശം ഒരു അരിഷ്ടം പോലെയോ അങ്ങനെയൊക്കെ ഉണ്ടാവുക കേട്ടോ. തേൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. അതുപോലെ തന്നെ പച്ചയായിട്ട് ഇടുന്നതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഹാർഡ് ഉണ്ടാകും. നമ്മൾ വേവിച്ചാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേങ്കിൽ ഇതുപോലെ ഇട്ടാൽ മതി. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് നല്ല ഗുണങ്ങളൊക്കെ ഇതിൽ കിട്ടുക. ഇത് നാടൻ നെല്ലിക്ക ആയതുകൊണ്ട് തന്നെ കുറച്ച് ചവർപ്പുണ്ട്. ഇത് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് ഒരു സ്പൂൺ വെച്ചിട്ട് ഈ ഒരു അരിഷ്ടം നമുക്ക് ഡെയിലി കഴിക്കാം. കുട്ടികൾക്ക് കൊടുക്കാം, മുതിർന്നവർക്കും എല്ലാം കൊടുക്കാം. അതുപോലെ ഇതും കളയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കാം. അതുപോലെ തന്നെ വിട്ടുമാറാത്ത ചുമ, ജലദോഷം, തുമ്മൽ ഒക്കെയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കും ഇത് ഡെയിലി കഴിക്കുന്നത് നല്ലതാട്ടോ. നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അസുഖങ്ങൾ ഒരു പരിധി വരെ വരുന്നത് തടയാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.